എം സ്വരാജിന് പിന്തുണ അർപ്പിച്ച കെ ആർ മീര അടക്കമുള്ള നിരവധി പ്രമുഖരാണ് നിലമ്പൂരിലേക്ക് എത്തുന്നത്. കെ ആർ മീര തന്നെ നമുക്കിപ്പം ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് എം സ്വരാജ്? പുതിയ കാലത്ത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഞാൻ വിചാരിക്കുന്നത് ഈ കാലത്ത് നമുക്ക് മാന്യമായും ജനാധിപത്യ മര്യാദകളിൽ ഉറച്ചും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ആ രാഷ്ട്രീയ പ്രവർത്തനം വിജയകരമാകുമെന്ന് ഉറപ്പ് തരികയും ചെയ്യുന്ന ചില മാതൃകകൾ ആവശ്യമുണ്ട് എന്നാണ്. സ്വരാജ് അത്തരം ഒരു മാതൃകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആര്യാടൻ ഷൗക്കത്താണെങ്കിലും ഇനിയിപ്പോൾ എം സ്വരാജ് ആണെങ്കിലും പുസ്തകങ്ങളുടെ ലോകത്താണ് അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയം ചെലവഴിക്കുന്നത്. സ്ഥാനാർത്ഥികളല്ലല്ലോ ഇവിടെ ഉള്ളത്. എന്ത് വായിക്കുന്നു എന്നുള്ളതും എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതും വായിക്കുന്നതിൽ നിന്ന് എന്ത് സ്വാംശീകരിച്ച് ഏത് വിധത്തിൽ അത് ജനങ്ങളോടുള്ള ഇടപെടലിൽ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. സാഹിത്യകാരൊക്കെ ഇപ്പോൾ നിഷ്പക്ഷരായി നിൽക്കാൻ താല്പര്യപ്പെടുകയാണ് പല ആളുകളും. കാരണം പല വിധത്തിലുണ്ടാകുന്ന ആ സൈബർ ആക്രമണങ്ങൾ അടക്കമുള്ള ആക്രമണങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് മാറി എന്തുകൊണ്ട് ഇങ്ങനൊരു പക്ഷത്ത് നിൽക്കണം എന്ന് തോന്നിയിരുന്നു? ഇത് ഒരു പക്ഷമേ ഉള്ളൂ. സത്യത്തിൽ എഴുത്തുകാർക്ക് ഒരു പക്ഷമേ ഉള്ളൂ. അത് മനുഷ്യരുടെ പക്ഷമാണ്, മനുഷ്യാന്തസ്സിൻ്റെ പക്ഷമാണ്. ആ പക്ഷത്താണ് ഞാൻ നിൽക്കുന്നത്. ആശാസമരം അടക്കമുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളിലേക്ക് ഒരു മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുറേയധികം സ്ത്രീകൾ അവിടെ സമരം ചെയ്യുന്നു. അത് തീർച്ചയായിട്ടും ഞാൻ അതിനെപ്പറ്റി നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണല്ലോ. അത് എത്രയും വേഗം ചർച്ച ചെയ്ത് അവസാനിപ്പിക്കേണ്ടതാണെന്നുള്ളതൊരു ബോധ്യം തന്നെയാണ് എനിക്കുള്ളത്. എം സ്വരാജ് എന്തുകൊണ്ട് സഭയിൽ ഉണ്ടാകണം എന്നൊരു ചോദ്യത്തിന് എന്താണ് പറയുന്നത്? ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു പുരോഗമനപരമായ രാഷ്ട്രീയത്തിൻ്റെ വക്താവാകാൻ സ്വരാജിന് കഴിയുമെന്നുള്ളതും അത് സ്വരാജിൻ്റെ ബോധ്യത്തിൽ നിന്ന് തന്നെ സംബന്ധിച്ചാൽ നമുക്ക് കൃത്രിമമായിട്ടുണ്ടാക്കുന്ന ഒരു ബോധ്യമല്ല അത്, മറിച്ച് ജെനുവിനായൊരു ബോധ്യമാണത് എന്ന ധാരണയിലുമാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അത് കേവലം ഈ പഞ്ച് ഡയലോഗുകളും FB പോസ്റ്റുകളിലും ഇൻസ്റ്റയിലുമുള്ള ഗാഗാവിളികളും മാത്രമല്ല, മറിച്ച് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി, അതിന് ആഗോളതലത്തിൽ സംഭവിക്കുന്ന അതിൻ്റെ പ്രസക്തിയെപ്പറ്റിയൊക്കെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ആവശ്യമുണ്ട്. അത് എല്ലാ പക്ഷത്തും ആവശ്യമുണ്ട്. ഒരു പക്ഷത്ത് മാത്രം പോരാ നല്ല ചെറുപ്പക്കാരുണ്ടാവുന്നത്. പക്ഷേ അത് ഉണ്ടാവണമെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷത്ത് ഉണ്ടാകുന്നതിനനുസരിച്ച് എല്ലാ പാർട്ടികളിലും എല്ലാ കക്ഷികളിലും ആ വിധത്തിൽ ചിന്തിക്കാൻ അവർ പ്രേരിതരാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സ്വരാജിനെ പഠിപ്പിച്ച ആളുകളും അതോടൊപ്പം ആ സ്വരാജിനൊപ്പം പഠിച്ച വിദ്യാർത്ഥികളുമൊക്കെ ചേർന്നൊരു സംഗമം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്.